കൈസേരയിൽ കൊർണേലിയോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഇറ്റാലിയൻ വ്യൂഹം എന്നറിയപ്പെട്ടിരുന്ന സൈനിക വിഭാഗത്തിൽ ശതാധിപനായിരുന്നു. അദ്ദേഹവും കുടുംബാംഗങ്ങൾ എല്ലാവരും ഭക്തിയും ദൈവഭയവും ഉള്ളവരായിരുന്നു. അദ്ദേഹം ഉദാര മനസ്സോടെ ദാനധർമ്മം ചെയ്യുകയും പതിവായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയോടടുത്ത് ഒരു ദൈവദൂതൻ വന്ന് കൊർന്നേലിയസേ എന്ന് വിളിക്കുന്നത് ഒരു ദർശനത്തിൽ അദ്ദേഹം വ്യക്തമായി കണ്ടു. കൊർന്നേലിയോസ് ഭയചകിതനായി ആ ദൂതനെ ഉറ്റുനോക്കി. കർത്താവേ, എന്താണ്? അദ്ദേഹം ചോദിച്ചു. അതിന് ദൂതൻ, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഒരനുസ്മരണയാഗമായി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിച്ചിരുന്ന ശീമോൻ എന്നയാളെ വരുത്തുക. അയാൾ തുകൽപ്പണിക്കാരനായ ശീമോനോട് കൂടെ താമസിക്കുന്നു. അവന്റെ വീട് കടൽ തീരത്തിനടുത്താണ് എന്ന് പറഞ്ഞു. തന്നോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം കൊർന്നേലിയോസ് തന്റെ വേലക്കാരിൽ 2 പേരെയും പടയാളികളിൽ ഭക്തനായ ഒരു അംഗരക്ഷകന്റെയും വിളിച്ചു. സംഭവിച്ചതെല്ലാം അദ്ദേഹം അവരോട് വിവരിച്ചിട്ട് അവരെ യോപ്പയിലേക്ക് അയച്ചു. അവർ യാത്ര ചെയ്ത് പിറ്റേന്ന് ഉച്ചസമയത്തോടെ യോപ്പ നഗരത്തിനടുത്തെത്തി. അതേസമയം തന്നെ പത്രോസ് പ്രാർത്ഥിക്കാനായി വീടിന്റെ മുകൾ നിലയിൽ കയറിയിരിക്കുകയായിരുന്നു. വിശന്നതിനാൽ എന്തെങ്കിലും ഭക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആത്മവിവശനായി. സ്വർഗം തുറന്നിരിക്കുന്നതും 4 കോണും കെട്ടിയ ഒരു വലിയ വിരി പോലെയുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും അദ്ദേഹം കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശത്തിലെ പക്ഷികളും ഉണ്ടായിരുന്നു. ഒരു അശരീരി അദ്ദേഹത്തോട് പറഞ്ഞത്, പത്രോസേ, എഴുന്നേറ്റ് കൊന്നു തിന്നുക. എനിക്കതിന് കഴിയില്ല കർത്താവേ, അശുദ്ധമോ മലിനമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ലല്ലോ. പത്രോസ് മറുപടി പറഞ്ഞു. ദൈവം ശുദ്ധീകരിച്ചതൊന്നും അശുദ്ധമെന്ന് കരുതരുത്. ആ അശരീരി രണ്ടാമതും ഉണ്ടായി. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഉടൻ തന്നെ ആ പാത്രം സ്വർഗത്തിലേക്ക് തിരികെ എടുക്കപ്പെട്ടു. എന്തായിരിക്കും ഈ ദർശനത്തിന്റെ അർത്ഥമെന്ന് പത്രോസ് ചിന്തിച്ചു കുഴങ്ങുമ്പോൾ കൊർന്നേലിയോസ് അയച്ചിരുന്ന പുരുഷന്മാർ ശിമോന്റെ വീട് തേടി ഒടുവിൽ വീടിന്റെ പടിവാതിൽക്കലെത്തി. പത്രോസ് എന്നറിയപ്പെടുന്ന ശിമോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അദ്ദേഹത്തോട്, ശിമോനെ, 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. അവരോട് കൂടെ പോകാൻ മടിക്കേണ്ട. ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം താഴേക്ക് ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ. നിങ്ങൾ വന്ന കാര്യം എന്ത്? ശതാധിപനായ കൊർന്നേലിയോസിന്റെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അദ്ദേഹം നീതിനിഷ്ഠനും ദൈവഭക്തനും എല്ലാ യഹൂദരാലും ബഹുമാനിക്കപ്പെടുന്നവനുമാണ്. അങ്ങയുടെ സന്ദേശം കേൾക്കാൻ അങ്ങയെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുത്തണമെന്ന് ഒരു വിശുദ്ധ ദൂതനിൽ നിന്ന് അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ച് അന്ന് അവിടെ താമസിപ്പിച്ചു. പിറ്റേ ദിവസം പത്രോസ് അവരോടുകൂടെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. യോപ്പായിലെ ഏതാനും സഹോദരന്മാരും അദ്ദേഹത്തോടൊപ്പം യാത്രയായി. അടുത്ത ദിവസം അവർ കൈസേരിയിലെത്തി. കൊർന്നേലിയോസ് അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബന്ധുക്കളെയും ഉറ്റ സുഹൃത്തുക്കളെയും അദ്ദേഹം അവിടെ വിളിച്ചുകൂട്ടിയിരുന്നു. പത്രോസ് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ കൊർന്നേലിയോസ് അദ്ദേഹത്തെ കണ്ട് ആദരപൂർവ്വം കാൽക്കൽ വീണ് വന്ദിച്ചു. പത്രോസ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചുകൊണ്ട്, എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. കൊർന്നേലിയോസിനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്തേക്ക് ചെന്നു. അവിടെ ഒരു വലിയ ജനക്കൂട്ടം സന്നിഹിതരായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഒരു യഹൂദൻ യഹൂദേതരനായ ഒരാളോട് സംസാരിക്കുകയോ അവനെ സന്ദർശിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
എന്നാൽ ഒരാളെ പോലും അശുദ്ധരെന്നോ മലിനരെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കായി ആളയച്ചപ്പോൾ യാതൊരു എതിർപ്പും പറയാതെ ഞാൻ വന്നത്. ഇനി പറയുക, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? കൊർന്നേലിയോസ് ഇങ്ങനെ മറുപടി പറഞ്ഞു: 4 ദിവസം മുൻപ് ഉച്ചയ്ക്ക് ഏകദേശം 3 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മിന്നുന്ന വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ എൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, കൊർന്നേലിയോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ ദാനധർമ്മങ്ങൾ ഓർക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിച്ചു വരുന്ന ശീമോനെ വരുത്തുക. അദ്ദേഹം കടലോരത്ത് തുകൽപ്പണിക്കാരനായ ശീമോന്റെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ അങ്ങേക്കായി ആളെ അയച്ചു. അങ്ങ് വന്നതു വലിയ ഉപകാരം. ഞങ്ങളോട് പറയുന്നതിനായി കർത്താവ് അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ള സന്ദേശം കേൾക്കാൻ ഞങ്ങൾ ഇതാ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. പത്രോസ് തന്റെ പ്രഭാഷണം ഇങ്ങനെ ആരംഭിച്ചു: ദൈവത്തിനു പക്ഷഭേദമില്ലെന്നും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവർ ഏതു ജനവിഭാഗത്തിലുള്ളവരായിരുന്നാലും അവിടുന്ന് അംഗീകരിക്കുന്നു എന്നും ഉള്ള യാഥാർത്ഥ്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സമാധാനത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ സന്ദേശം ഇതാണ്. സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ പ്രസംഗം ആരംഭിച്ചതു മുതൽ ഗലീലയിൽ തുടങ്ങി യഹൂദ്യ പ്രവിശ്യയിൽ എല്ലായിടത്തും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം തന്നോടുകൂടെ ഇരുന്നതിനാൽ അദ്ദേഹം നന്മ ചെയ്തും പിശാചിന്റെ ശക്തിക്ക് അധീനരായിരുന്നവരെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. യഹൂദരുടെ ദേശത്തെല്ലായിടവും ജെറുസലേമിലും അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അദ്ദേഹം കുരിശിൽ തറച്ച് കൊല്ലപ്പെടുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ ഉയിർത്തെഴുന്നേൽപ്പിച്ചു പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, പിന്നെയോ സാക്ഷികളായിരിക്കാൻ ദൈവം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നവരായി ഞങ്ങൾക്കാണ് അദ്ദേഹത്തെ ദൈവം പ്രത്യക്ഷനാക്കിയത്. അദ്ദേഹം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തി ജനങ്ങളോട് പ്രസംഗിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ നാമത്തിലൂടെ പാപമോചനം ലഭിക്കുമെന്ന് എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പത്രോസ് ഈ വാക്കുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. യഹൂദേതരുടെ മേലും പരിശുദ്ധാത്മാവ് എന്ന ദാനം പകർന്നതിൽ പത്രോസിനോടൊപ്പം വന്ന യഹൂദന്മാരായ വിശ്വാസികൾ വിസ്മയഭരിതരായി. കാരണം യഹൂദേതരരും വിവിധ ഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവർ കേട്ടു. അപ്പോൾ പത്രോസ്, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ഇവർക്ക് ജലസ്നാനം വിലക്കാൻ ആർക്കു കഴിയും എന്ന് ചോദിച്ചു. തുടർന്ന് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. തങ്ങളോടൊപ്പം ഏതാനും ദിവസം താമസിക്കണമെന്ന് അവിടെയുള്ളവർ പത്രോസിനോട് അപേക്ഷിച്ചു.